നിങ്ങൾക്കിത് പറയാമോ? ഞാൻ പറയാം. ഇത് അടിപൊളി ഒരു തോർത്താണ്. ഇതിനെന്തിന്റെ ആകൃതി ഉണ്ടോ? ഇല്ല, ഒന്നിന്റെ ആകൃതി ഇല്ല. ഒരു മുയലിന്റെ ആകൃതി ഉണ്ട് അല്ലെ? വലിയ 2 ചെവിയുള്ള മുയലിനാണ്. വാലിന്റെ കാര്യം നമുക്ക് പരിഹരിക്കാം. ഈ ക്ലോണിംഗ് എന്നൊക്കെ പറഞ്ഞ പരിപാടികൾ വാലിനും കാലിനും ഒക്കെ നീളം കൂട്ടാണ് ശാസ്ത്രം കണ്ടുപിടിക്കുക. അങ്ങനെ ക്ലോണിങ്ങിലൂടെ പുറത്തു വന്ന ഇച്ചിരി വാലൊക്കെ ഒരു മുയലാണ് സങ്കല്പിക്കുക. ഈ മുയലിനെ ഞാൻ ഒരു മനുഷ്യനോട് സാമ്യപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ സുബോധമുള്ളവനെ മാത്രമേ മനുഷ്യനായി കൂട്ടാൻ പറ്റൂ. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു മൃഗം PhD എടുത്താലും അവൻ മനുഷ്യന്റെ സ്ഥാനത്തിന് അർഹനല്ല. ഒരു PhD-ക്കാരന് ഒറ്റ നിമിഷം കൊണ്ട് മൃഗമായിട്ട് മാറാം അല്ലേ? അപ്പൊ എത്ര കഴിവുണ്ടെങ്കിലും മൃഗമായിട്ട് മാറുന്നതിന് കാരണം അവൻ മനുഷ്യനാകുന്നില്ല, അവൻ പറഞ്ഞ മനുഷ്യത്വമില്ല എന്നുള്ളതാണ്. യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ അവന്റെ അകത്ത് ജീവൻ മാത്രം പോരാ, അവന് സഹജീവികളോടുള്ള അവന്റെ പ്രതികരണമാണ് അവനെ മനുഷ്യനാക്കി തീർക്കുന്നത്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവനെ യഥാർത്ഥ മനുഷ്യനാക്കാൻ പോകും. നോക്കാം എന്താ സംഭവിക്കും. ഇതിന്റെ മൂക്കിച്ച് ജീവൻ കൊടുക്കട്ടെ. ഒന്ന് ശ്രദ്ധ അങ്ങോട്ട്. ഒരു രക്ഷയില്ല, ജീവന്റെ കേസാ. ഇത്രയും പെട്ടെന്ന് കിട്ടുവാണ്. 140 മെഡിക്കൽ കോളേജ് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? പിടിച്ചു വെച്ചിട്ട് ആ മൂക്കിലോട് ചാടി എഴുന്നേക്കല്ലേ. ഇത് ജീവന്റെ കേസാണ്. ഇച്ചിരി വിലയൊക്കെ ഉള്ള സാധനം. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പ്രാവശ്യം ശ്രമിച്ചു നോക്കാം. ഇവിടെ നോക്കിയില്ല. ഓക്കെ, ഏതാ ഓക്കെ ഓക്കെ യഥാ എന്താ സംഭവിക്കുന്നറിയാമോ? നമ്മളൊക്കെ ആരുടെയോ കയ്യിലിരിക്കുന്നതുകൊണ്ടായി ചാടുന്നത്. കൈ വിട്ടാൽ കൈ അറിയാം അല്ലേ? നമ്മളെല്ലാരും ഈശ്വരന്റെ കയ്യിലാണ്. ഈശ്വരന്റെ കയ്യിലിരിക്കുന്നതായി നമ്മുടെ ലൈഫിനെ ഏറ്റവും മുഖത്താക്കാൻ കഴിയുന്നത് ഞാനും സമൂഹവുമായിട്ട് ബന്ധമാണ് അതിനകത്തുണ്ടാകുന്നത്. നമ്മളിൽ പല ആളുകളും പറയുന്നത്, ഒരു സാറേ ഞങ്ങളാരും ലഹരി ഉപയോഗിക്കാറില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്നേഹത്തോട് പറയുന്നത് മറ്റൊരു ലഹരിയുണ്ട്. എന്താ സാറേന്ന് അറിയാമോ? അതിന്റെ പേരാണ് മൊബൈൽ ഫോൺ. ഇതില്ലാതെ ആൾക്കാർക്ക് ആഹാരം ഒന്നും തുടങ്ങി പോകത്തില്ല. നമ്മുടെ അമ്മമാരൊക്കെ പിള്ളേർക്ക് കാർട്ടൂൺ കാണിച്ചു കൊടുത്താൽ പിള്ളേർക്ക് ആഹാരം കൊടുക്കും. അവിടെ തുടങ്ങുന്ന ഈ അഡിക്ഷൻ ഒരു പ്രായമായാലും അത് തുടർന്നുകൊണ്ടേയിരിക്കും.